നമസ്കാരം, ഞാൻ ഗോപകുമാർ. വെൽക്കം ടു M4 മാത്സ്. CBSE ക്ലാസ് 8-ലെ തേർഡ് ചാപ്റ്ററായ അണ്ടർസ്റ്റാൻഡിംഗ് ക്വാഡ്രിലാറ്ററൽസുമായി ബന്ധപ്പെട്ട പാർട്ട് 5 വീഡിയോ ആണിത്. പാർട്ട് 1 മുതൽ പാർട്ട് 4 വരെ കണ്ടതിന് ശേഷം പാർട്ട് 5 കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോസ് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. Can a quadrilateral ABCD be a parallelogram? If first question, angle D plus angle B is equal to 180 degree. Second question, AB is equal to DC is equal to 8 centimeter. AD is equal to 4 centimeter. BC is equal to 4.4 centimeter. Third question, angle A is equal to 70 degree. Angle C is equal to 65 degree. ആദ്യം ഒരു ABCD parallelogram വരയ്ക്കുക. A, B, C, D. First question. Angle D plus angle B is equal to 180. Can a quadrilateral ABCD be a parallelogram if angle D plus angle B is equal to 180 degree? Angle D ഇതാണ്, angle B ഇതാണ്. ഈ രണ്ട് ആംഗിൾസും കൂടി ആഡ് ചെയ്താൽ 180 എന്നാണ് ക്വസ്റ്റിനകത്ത് പറയുന്നത്. അങ്ങനെയാണോ? ഒരു റെക്റ്റാങ്കിൾ ഒരു പാരലോഗ്രാം ആണ്. കാരണം ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്, ഈക്വൽ ആണ്. അതുപോലെ ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണ്. ഇവിടെ ഈ ആംഗിൾ 90 ആണ്, ഇത് 90 ആണ്. 90 പ്ലസ് 90 180 കിട്ടും. അതുപോലെ ഇവിടെ 90 ആണ്, ഇതിനകത്ത് 90 ആണ്. 90 പ്ലസ് 90 180 കിട്ടും. സ്ക്വയറും ഒരു പാരലോഗ്രാമായി കൺസിഡർ ചെയ്യാം. ഇത് 90 ഡിഗ്രി ആണ്, ഇത് 90 ഡിഗ്രി ആണ്. ഇതിന്റെ രണ്ടിന്റെയും കൂടെ സമ്മ് 180 ഡിഗ്രി ആണ്. ഇത് 90 ഡിഗ്രി ആണ്, ഇത് 90 ഡിഗ്രി ആണ്. ഇതിന്റെ സമ്മും 180 ആയിരിക്കും. എന്നാൽ ആംഗിൾ ഡിയും ആംഗിൾ ബിയും എപ്പോഴും 180 ആകണമെന്നില്ല. ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആകുക മാത്രമേ ഉള്ളൂ. ഈ ആംഗിളും ഈക്വൽസ് ആയിരിക്കും. റെക്റ്റാംഗിളോ സ്ക്വയറോ ഒക്കെ ആണെങ്കിൽ ഓപ്പോസിറ്റ്സ് ആംഗിൾ രണ്ടും കൂടി 180 ആകാം. എന്നാൽ പാരലലോഗ്രാമിൽ എപ്പോഴും 180 ആകണമെന്നില്ല. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ. 180 എന്നൊരു പ്രോപ്പർട്ടി പറയാൻ പറ്റില്ല. എന്നാൽ ചില കേസിൽ 180 കിട്ടാറുണ്ട്. ആൻസർ, ഇറ്റ് ക്യാൻ ബി 180 ഡിഗ്രി ബട്ട് നീഡ് നോട്ട് ബി 180 ഡിഗ്രി. 180 ആകാറുണ്ട്, എന്നാൽ കമ്പൽസറി അല്ല. കമ്പൽസറി 180 ഡിഗ്രി ആകണമെന്നില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ. AB is equal to DC is equal to 8 centimeter. AB 8 centimeter, DC 8 centimeter. AD 4 centimeter, BC 4.4 centimeter. Opposite sides of a parallelogram are equal. ഇത് രണ്ടും ഈക്വൽ സൈഡ്സ് ആണ്. ഇത് 4 ആണ്, ഇത് 4.4 ആണ്. ഇത് തമ്മിൽ ഈക്വൽ അല്ല. ആൻസർ, നോ. In a parallelogram, opposite sides are equal. But here AD, ഇവിടെ AD 4 ആണ്, BC 4.4 ആണ്. AD not equal to BC. Next question. Angle A is equal to 70. ഇത് 70 ഡിഗ്രി ആണ്. Angle C is equal to 65 ഡിഗ്രി. ഇവിടെ ആംഗിൾ എയും ഇവിടെ ആംഗിൾ സിയും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ എന്ന് നമുക്കറിയാം. ഇവിടെ തന്നിരിക്കുന്നത് 70യും 65 ആണ്. ഇത് രണ്ടും ഈക്വൽ അല്ല. ആൻസർ നോ. ആംഗിൾ എ നോട്ട് ഈക്വൽ ടു ആംഗിൾ സി. റീസൺ, ഇൻ എ പാരലോഗ്രാം ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. In a parallelogram, opposite angles are equal. Next question. The measures of two adjacent angles of a parallelogram are in the ratio 3:2. Find the measure of each angles of the parallelogram. ഒരു പാരലോഗ്രാം വരയ്ക്കാം. ABCD. Two adjacent angles of a parallelogram are in the ratio 3:2. Adjacent angle. ഇതും adjacent angles ആണ്. റേഷ്യോയിലാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒന്ന് 3x ആയിട്ട് എടുക്കാം, ഒന്ന് 2x ആയിട്ട് എടുക്കാം. ഇതിനെ 3x ആയിട്ടും ഇതിനെ 2x ആയിട്ടും കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ഇത് 3xും ഇത് 2x ആയിട്ട് എടുക്കുക. അഡ്ജസന്റ് ആംഗിൾസിന്റെ സം എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. adjacent
adjacent angles of a parallelogram are supplementary. Angle A 3x. 3x plus angle B 2x is equal to 180 degree. 3x plus 2x 5x is equal to 180 degree. X is equal to 180 divided by 5. 180 divided by 5 36 degree. X is equal to 36 degree. Or angle 3x, next angle 2x. 3x. 3 into x 36. 3 into 36 108. 108 degree. ഈ ആംഗിൾ 108 ഡിഗ്രി ആയിരിക്കും. 108 ഡിഗ്രി. ആംഗിൾ എ. ആംഗിൾ എ ഇസ് ഈക്വൽ ടു 108 ഡിഗ്രി. ഈ ആംഗിൾ 108 ഡിഗ്രി ആണെങ്കിൽ ഇതും 108 ഡിഗ്രി ആയിരിക്കും. കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ. ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ സി ഇസ് ഈക്വൽ ടു 108 ഡിഗ്രി. റീസൺ ഇത് opposite angles of a parallelogram are equal. Opposite angles of a parallelogram are equal. അടുത്ത ആംഗിൾ 2x. 2 into x 36. 2 into 36 72 degree. 72 degree. ഇത് 72 degree. ഈ ആംഗിളും 72 degree ആയിരിക്കും. Angle B is equal to angle D. Angle B is equal to angle D. 72 degree. Reason: opposite angles of a parallelogram are equal. Opposite angles of a parallelogram are equal. Angle B 72 degree. Angle D 72 degree. Angle A 108 degree. Angle C 108 degree. Next question. Draw a rough figure of a quadrilateral that is not a parallelogram but has exactly two opposite angles of equal measure. Quadrilateral ആയിരിക്കണം, പക്ഷെ പാരലോഗ്രാം ആകാൻ പാടില്ല. സ്ക്വയർ ഒരു പാരലോഗ്രാം ആണ്, റെക്ടാംഗിൾ ഒരു പാരലോഗ്രാം ആണ്. ബട്ട് എക്സാക്ട്ലി ടു ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ മെഷർ. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ മെഷർ ആയിട്ടുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കണം. ഒരു കൈറ്റ് വരയ്ക്കുക. എ ബി സി ഡി കൈറ്റ്. ഇതിന്റെ പ്രത്യേകത ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതുപോലെ ഈ രണ്ട് ആംഗിളും സെയിം ആയിരിക്കും. ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ഡി ആയിരിക്കും. ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ സി ആയിരിക്കും. ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ സി. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ഡി ആയിരിക്കും. ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആണ്, എന്നാൽ ഒരു പാരലോഗ്രാം അല്ല. കാരണം ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കണം. പാരലോഗ്രാം ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കണം. ലെങ്ത് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു ലെങ്ത് ഓഫ് സി ഡി. ലെങ്ത് ഓഫ് എ ഡി നോട്ട് ഈക്വൽ ടു ലെങ്ത് ഓഫ് ബി സി. Therefore, quadrilateral ABCD not a parallelogram. Opposite angles are equal in measure, but opposite sides of quadrilateral is not equal. Next question. Two adjacent angles of a parallelogram have equal measure. Find the measure of each angles of a parallelogram. Adjacent angles supplementary ആണെന്ന് അറിയാം. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് two adjacent angles of a parallelogram have equal measure. Equal measure ആയിട്ടുള്ളത് ഒന്ന് സ്ക്വയർ, ഒന്ന് റെക്ടാംഗിൾ. ഒരു റെക്ടാംഗിൾ വരച്ച് നോക്കാം. റെക്ടാംഗിൾ ഒരു പാരലോഗ്രാം ആണ്. Two adjacent angles of a parallelogram have equal measure. ഇതും adjacent angles ആണ്. ഇത് രണ്ടും ഈക്വൽ മെഷർ ആയിരിക്കണം. അഡ്ജസന്റ് ആംഗിൾസ് ഈക്വൽ ആകണമെങ്കിൽ ഒന്നുകിൽ ക്വാഡ്രിലാറ്ററൽ റെക്ടാംഗിൾ ആകണം, അല്ലെങ്കിൽ സ്ക്വയർ ആയിരിക്കണം. ഇത് രണ്ടും ഈക്വൽ ആണ്. ഇത് 90 ആണ്, ഇതും 90 ആണ്. റെക്ടാംഗിൾ ആണെങ്കിൽ 90 ഡിഗ്രി 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രി ആയിരിക്കും, ഇത് 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അഡ്ജസന്റ് ആംഗിൾ, ഒരു അഡ്ജസന്റ് ആംഗിൾ എക്സ് ആയിട്ട് എടുക്കുക, ഇതും എക്സ് ആയിട്ട് എടുക്കുക. കാരണം അഡ്ജസന്റ് ആംഗിൾസ് രണ്ടും ഈക്വൽ ആയിരിക്കണം. എക്സ് പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. പാരലലോഗ്രാമിൽ അഡ്ജസന്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആയിരിക്കും.
അതുകൊണ്ട് എക്സ് പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് എടുക്കാം. എക്സ് പ്ലസ് എക്സ് 2x ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. എക്സ് ഈസ് ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ 2 90 ഡിഗ്രി. എക്സ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, ഇതും 90 ഡിഗ്രി ആയിരിക്കും. ഇത് 90 ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ ഇതും 90 ആയിരിക്കും. ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇതും 90 ഡിഗ്രി ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ parallelogram are equal. The adjacent figure HOPE is a parallelogram. Find angle measures x, y and z. State the properties you use to find them. x എത്രയാണെന്ന് കണ്ടുപിടിക്കണം, y എത്രയാണെന്ന് കണ്ടുപിടിക്കണം, z എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ തന്നിട്ടുണ്ട്. HOPE എന്ന് പറയുന്നത് ഒരു പാരലോഗ്രാം ആണെന്നറിയാം. ഒരു എക്സ്റ്റീരിയർ ആംഗിൾ 70 ഡിഗ്രി ആണ്. ഈ ആംഗിൾ കണ്ടുപിടിക്കാം. ഇതൊരു ലീനിയർ പെയർ ആണ്. 70 പ്ലസ് ഈ ആംഗിളും കൂടെ ആഡ് ചെയ്താൽ ഇവിടെ പി എന്ന് കൊടുക്കാം. പി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് കിട്ടും. ഈ ആംഗിളും കൂടെ ആഡ് ചെയ്താൽ 180 കിട്ടും. ലീനിയർ പെയർ പി ഈസ് ഈക്വൽ ടു 180 മൈനസ് 70 ഡിഗ്രി 110 ഡിഗ്രി. ഈ ആംഗിൾ പി 110 ഡിഗ്രി. ഇതും സെയിം ആംഗിൾസ് ആയിരിക്കും. കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ. എക്സ് ഈസ് ഈക്വൽ ടു 110 ഡിഗ്രി. എക്സ് ഈസ് ഈക്വൽ ടു പി. എക്സ് ഈസ് ഈക്വൽ ടു 110 ഡിഗ്രി. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് പാരലോഗ്രാം ആർ ഈക്വൽ. ഈ ആംഗിൾ 110 ഡിഗ്രി. ഇത് 40 ഡിഗ്രി. ഈ ആംഗിൾ കണ്ടുപിടിക്കാം. ഈ ആംഗിളും അഡ്ജസന്റ് ആംഗിൾസ് ആണ്. അഡ്ജസന്റ് ആംഗിൾസിന്റെ ഡിഗ്രി മെഷർ എപ്പോഴും സപ്ലിമെന്ററി ആയിരിക്കും. ഈ ആംഗിൾ എച്ച് എന്ന് പറഞ്ഞാൽ 40 പ്ലസ് ഇസഡ്. 40 പ്ലസ് ഇസഡ് ഇവിടെ 110 ഡിഗ്രി. 110 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഈ ആംഗിളും അഡ്ജസന്റ് ആംഗിൾസ് ആണ്. അഡ്ജസന്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ സപ്ലിമെന്ററി. ഇസഡ് പ്ലസ് 40 പ്ലസ് 110 150 ഈസ് ഈക്വൽ ടു 180. ഇസഡ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 150 ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഇസഡ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. എക്സ് ഈസ് ഈക്വൽ ടു 110 ഡിഗ്രി. ഇനി വൈയുടെ മെഷർ എത്രയാണെന്ന് അറിയണം. വൈ ഈ ആംഗിൾ ആണ്. ഈ ആംഗിൾ 40 ആണ്. 40 ഡിഗ്രി. ഇത് 40 ആണെങ്കിൽ ഇതും 40 ഡിഗ്രി ആയിരിക്കും. കാരണം ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഈ ലൈനും പാരലൽ ലൈൻസ് ആണ്. അതുകൊണ്ട് ഈ ആംഗിളും സെയിം ആയിരിക്കും. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. Therefore, y is equal to 40 degree. Alternate interior angles are equal. Next question. The following figure GUNS is a parallelogram. Find x and y. ഇവിടെ ഒരു പാരലോഗ്രാം തന്നിട്ടുണ്ട്. GUNS. ഈ സൈഡ് 18 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ 26 എന്ന് തന്നിട്ടുണ്ട്. എക്സിന്റെയും വൈയുടെയും മെഷർ കണ്ടുപിടിക്കണം. ഈ സൈഡിന്റെ മെഷർ സെയിം ആയിരിക്കും. ഓപ്പോസിറ്റ് sides of a parallelogram are equal. Therefore, 3x is equal to 18. 3x is equal to 18. Reason either opposite sides of a parallelogram are equal. 3x is equal to 18. X is equal to 18 divided by 3. X is equal to 18 divided by 3. 6. X is equal to 6. X is equal to 6. ഇവിടെ ഈ സൈഡ് 26 ആണ്. ഇവിടെ 3y minus 1 ആണ്. ഇത് രണ്ടും ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലോഗ്രാം ആണ്. Opposite sides of parallelogram are equal. Therefore, 26 is equal to 3y minus 1. 3y minus 1 is equal to 26. Reason: opposite sides of a parallelogram are equal. 3y minus 1 is equal to 26.
3y is equal to 26 plus 1. 26 plus 1. 3y is equal to 26 plus 1, 27. Y is equal to 27 divided by 3. Divided by 3. 27 divided by 3, 9. Y is equal to 9. X is equal to 6. Y is equal to 9. Next question. The following figure RUNS is a parallelogram. Find X and Y. ഇവിടെ ഒരു പാരലോഗ്രാം തന്നിട്ടുണ്ട്. രണ്ട് ഡയഗണൽസ് ഉണ്ട്. ഒന്ന് SU, ഒന്ന് RN. Diagonals of parallelogram bisect each other. സെന്റർ O ആയിട്ട് എടുക്കുക. SO എന്ന് പറയുന്ന മെഷർ 20 ആണ്. OU എന്ന് പറയുന്ന മെഷർ y+7 ആണ്. നമുക്കറിയാം diagonals of parallelogram bisect each other. Therefore, SO is equal to OU. SO is equal to OU. SO is equal to OU. Diagonals of a parallelogram bisect each other. Bisect each other. Bisect each other. SO 20. 20 is equal to OU. OU y+7. y+7. Y is equal to 20 minus 7. Y is equal to 13. Y is equal to 13. y+7. 13 plus 7 is equal to 20. ഇത്രയും 20 ആണെങ്കിൽ OUം 20 ആയിരിക്കും. അടുത്ത ഡയഗണൽ RN. RO is equal to x plus y. ROയുടെ ലെങ്ത്തും x plus yയുടെ ലെങ്ത്തും സെയിം ആയിരിക്കും. റീസൺ diagonals of a parallelogram bisect each other. RO is equal to ON. Diagonals of a parallelogram bisect each other. RO is equal to ON. 16 is equal to x plus y. 16 is equal to x plus y. Y 13. 16 is equal to x plus y 13. X is equal to 16 minus 13. 16 minus 13. 16 minus 13. 3. X is equal to 3. X is equal to 3. Y is equal to 13. നിങ്ങൾക്ക് ഈ വീഡിയോസ് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.